പാറൂസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബീഫ് സ്റ്റൂ ആണ്. വളരെ ടേസ്റ്റിയാണ്, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഇത് പുട്ടിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഒരു 1/2 കിലോ ബീഫ് നന്നായിട്ട് കഴുകി നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്കർ അടച്ചു വെച്ച് വേവിക്കണം. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിക്കോളും. ഇത് വേവുന്ന സമയം കൊണ്ട് ഇതിൻ്റെ മസാല എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു 7-8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം. പിന്നെ ഒരു 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക്, ഉരുളക്കിഴങ്ങും ക്യാരറ്റും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ആ വെള്ളത്തിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് പൊട്ടുമ്പോൾ ഗ്രാമ്പു, ഏലയ്ക്ക, പട്ട ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഉള്ളി ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു അരമുറി തക്കാളി അരിഞ്ഞതും ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഒരുപാട് അങ്ങ് ബ്രൗൺ നിറം ആവണ്ട, ഒന്ന് വഴണ്ടി വന്നാൽ മതി. ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരണം. ഇനിയിപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വേവിച്ച് വെച്ച ക്യാരറ്റ്, ഉരുളക്കിഴങ്ങും അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 2-ാം പാലാണ്. ഇതിപ്പോൾ 1.5 കപ്പ് 2-ാം പാലുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി. ഓൾറെഡി എല്ലാം കുക്കായതാണ്. ഇനിയിപ്പം ഒരുപാട് താമസമില്ല. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിലോട്ടൊരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/2 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി വന്നാൽ മതി. ഇപ്പം നമ്മുടെ സ്റ്റൂ റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണിത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് പാലപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ റെസിപ്പി ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇത് തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.